എറണാകുളം പാര്യത്തുകാവ് പട്ടികജാതി ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു. പ്രതിഷേധവുമായി നാട്ടുകാർ അവിടെയുണ്ട്. സ്ഥലത്ത് സംഘർഷാവസ്ഥ രൂക്ഷമാവുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പോലീസ് കുടിയൊഴിപ്പിക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനു മുമ്പും പലതവണ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പിന്മാറിയിരുന്നൊരു പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഉറച്ചു തന്നെയാണ് നടപടി. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ച വരെയുണ്ട്. അവിടെ കൂടിയിരിക്കുന്ന പ്രതിഷേധക്കാരെ നീക്കുക എന്നുള്ളത് തന്നെയാണ് നിൽക്കുന്നത്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് കാണാം, CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമരപ്പന്തൽ വരെ അവിടെ ഉണ്ട്. ആ പന്തലിലേക്കാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം. അവിടെ സമരം ചെയ്യുന്ന ആളുകളെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. പലതവണ അവിടെ പ്രതിഷേധം ഉണ്ടായതാണ്. മാറില്ല എന്ന് ഉറച്ചു തന്നെ അവിടുത്തെ നാട്ടുകാർ ഉണ്ടായിരുന്നതാണ്. അപ്പോഴൊക്കെ ഈ പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഡാനി, ഇത്തവണ ഉറച്ചാണ് എന്നത് വ്യക്തമാകുന്നു. പ്രതിഷേധങ്ങൾക്കൊന്നും വഴങ്ങുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ നടപടി പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം ജലപീരങ്കി പ്രയോഗിക്കുന്നത്. എന്താണ് സാഹചര്യം? ഡാനിയിലേക്ക് വരാം. ശക്തമായ രീതിയിലുള്ള പോലീസ് നടപടികളാണ് നടക്കുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെയാണ് അവിടെ ഉള്ളത്. എന്തായാലും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ആ സമരപ്പന്തൽ തന്നെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസിൻ്റെ നടപടി. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് മുന്നിൽ വഴങ്ങില്ല എന്നുള്ളത് തന്നെയാണ്, ഇത്തവണ വഴങ്ങില്ല എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി. അവിടെ ഇന്നും തള്ളിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ്. പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകളടക്കം കുട്ടികളടക്കമുള്ളവരുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പോലീസ് ഈ പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് വലിച്ചിഴച്ച് ഇവിടെ നിന്ന് നീക്കുകയാണ്. നേരത്തെ ജലപീരങ്കി ഇവിടേക്ക് പ്രയോഗിച്ചു. ഇതിൽ ഓർക്കുക, ഇതിൽ സമരം ചെയ്തിരുന്നതിൽ കൂടുതൽ സ്ത്രീകളാണ്. പ്രായമുള്ള സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. പോലീസ് ഇതിനകത്തേക്ക് സമരപ്പന്തലിനകത്തേക്ക് കടന്നു കയറിക്കൊണ്ട് ഓരോരുത്തരെയും ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഇവിടെ നിന്ന് പോലീസ് സമരക്കാരെ ഓരോരുത്തരെയുമായിട്ട് ഇവിടെ നിന്ന് വലിച്ചഴിച്ച പോലീസ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് 15ാം തവണയാണ് ഈ ഒരു നടപടിക്ക് വേണ്ടി അഭിഭാഷക കമ്മീഷൻ അടക്കം എത്തുന്നത് എന്ന് പറയുകയുണ്ടായി. കഴിഞ്ഞ 14 തവണയും പ്രതിരോധിച്ച് നിന്നിരുന്നു. പക്ഷേ ഇക്കുറി പോലീസ് സർവ്വസന്നാഹങ്ങളുമായി ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ പോലീസ് വലിയ യൂണിറ്റ് പോലീസ് സംഘങ്ങൾ ഇവിടേക്ക് എത്തിയിരുന്നു. അതിൽ ആദ്യഘട്ടത്തിൽ അതിൽ പറഞ്ഞ് സമരക്കാർ ദേഹത്ത് പെട്രോൾ അടക്കം ഒഴിച്ചിട്ട് അതിൽ തൽക്കാലം പോലീസും അഭിഭാഷക കമ്മീഷനും അടക്കം പിന്മാറുകയായിരുന്നു. പിന്നീട് ഇപ്പോൾ വൈകുന്നേരത്തോട് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ കൂടുതൽ സന്നാഹങ്ങളുമായിട്ട് പോലീസ് എത്തുകയും ഇവിടെ നിന്ന് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ സമരപ്പന്തൽ അഴിച്ച് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോലീസിന്റെ നടപടികൾ തുടരുകയാണ്. ഇവിടെ സമരത്തിൽ ഇരുന്നിരുന്ന മുഴുവൻ പേരെയും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം, സ്ത്രീകളടക്കമുള്ളവരെ പോലീസ് കൊണ്ടുപോകുന്നു. അവരുടെ കുട്ടികളടക്കം ഇതിലുണ്ട്. അമ്മയെ കൊണ്ടുപോകുമ്പോൾ മക്കൾ കാലിൽ പിടിച്ച് നിൽക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നു. പോലീസ് ഇപ്പോൾ കോളനിക്ക് അകത്തേക്ക്, പരിയങ്കാവ് കോളനിക്ക് അകത്തേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. വലിയ പോലീസ് സന്നാഹങ്ങൾ ഇപ്പോൾ ഇതിനകത്തേക്ക്, കോളനിക്കകത്തേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാൽ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ ഏകോപിപ്പിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് 2 സ്ത്രീകളെ, അത് ഇവിടെ ഇപ്പോൾ ഈ തറയിൽ വീണ് കിടക്കുന്ന സ്ത്രീകളെ പോലീസ് വലിച്ചഴിച്ച് ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെയാണ് സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കോളനിക്ക് അകത്തേക്ക് കയറുമ്പോഴെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിരവധി വീടുകൾ ഇതിനകത്തുണ്ട്. ഇവർക്ക് എത്രയും പെട്ടെന്ന് കുടിയൊഴിപ്പിക്കൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഈ സർവേ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇവർ പറയുന്നത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി തങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. തങ്ങളുടെ 4 തലമുറകളോളം ഇവിടെ താമസിക്കുന്നവരുണ്ട്. ഇവിടെ നിന്ന് തങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരു സ്വകാര്യ വ്യക്തി കൊടുത്ത ഹർജിയാണ് ഇപ്പോൾ ഈ ഒരു നടപടികളിലേക്ക്
കാരണം തങ്ങളുടെ ഭൂമിയിൽ ഇവർ അനധികൃതമായി കുടിയേറിയിരിക്കുകയാണ് എന്നതെല്ലാം പറഞ്ഞത്. അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിയതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള ഈ നടപടി 15 തവണ 2023 മുതൽ ഇവിടെ ഈ നടപടികളിലേക്ക് കമ്മീഷൻ ഞങ്ങൾ ആവശ്യം വീടാണ് എന്ത് പറയാ അരി വെക്കണ കാര്യം വരുന്നുണ്ടാവും